വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. നമ്മുടെ മമ്മൂക്കാൻ്റെ ഹിറ്റായ ഡയലോഗാണ്. ബോർഡെല്ലാം കണ്ടില്ലേ? എല്ലാം കൂടി സിനിമ സ്റ്റൈലായിട്ടാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ കണിമംഗലം കോകിലുണ്ട്, തൊട്ടപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. വാ കാണിച്ചു തരാം. കലങ്ങിയില്ല. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ചെന്നിന്റെ കാലയും വിട്ടു. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. കേട്ടില്ലേ? എല്ലാം വെറൈറ്റി ആട്ടോ. ഇനി നീ വാ തുറക്കരുത്. ഇപ്പം ശരിയാക്കി തരാം. കോഴി, പിന്നെ നമ്മുടെ സ്വന്തം എന്ത് പറ്റി രമണ. അപ്പോൾ ഇതെല്ലാം കല്ല് കൊടുക്കുന്ന പൂജയാണ്. ഇനി പിന്നെ കല്ലിനെ പ്രൊമോട്ട് ചെയ്തൊന്നല്ല കേട്ടോ, കൊടുക്കുന്ന കല്ലിൻ്റെ പാത്രം കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ഫുഡ് കഴിക്കാനാണ്. പങ്കുവാ. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അപ്പോൾ നമ്മുടെ കുട്ടാശ്ശേരാണ് നമ്മുടെ മെയിൻ ഷെഫ്. വേറെ കണ്ട് സുഖം തന്നെ. പിന്നെ വളരെ സുഖം ആണ്. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞില്ല? എന്താ ഇലക്ഷൻ കഴിഞ്ഞു. നമ്മളെ പാർട്ടിക്കാർ ജയിക്കുന്നുള്ള വിശ്വാസം നമ്മുടെ പാർട്ടി എല്ലാം നമ്മുടെ പാർട്ടി ജയിക്കുന്ന പാർട്ടിയോട് കൂടുതൽ നമ്മുടെ ഒരു പാട്ട് എടുത്ത് തരുമോ? ആ തന്നെന്താൻ താളത്തിലാടി മന്ദരക്കൊമ്പത്തൊരു ഞലിലാടി ഒന്നിച്ച് രണ്ടോ മൽപ്പൈങ്കിളികൾ. അതാരാ? ആ ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. പിന്നെ നമ്മൾ ലൊക്കേഷൻ ശരിക്കും എവിടെയായിരുന്നു? കല്ലൂർ 67 അല്ലേ? സുൽത്താൻ ബത്തേരി നമ്മള് മൈസൂർ റോഡ്. സുൽത്താൻ ബത്തേരി 10 രൂപ. ഇതൊരു ക്യാബിനാണ്. ഇതിന് പേരിട്ടിരിക്കുന്നത് മംഗലശ്ശേരി. പിന്നെ തൊട്ടപ്പുറത്ത് കുട്ടാശ്ശേട്ടൻ്റെ അധോലോകം. ആ കുട്ടാശ്ശേരി അവിടെ നിന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കുന്നത് അല്ലേ? സംഗതി കളർഫുൾ ആട്ടോ കാര്യങ്ങൾ. ഇത് കണ്ട നല്ല കരിമീൻ പൊള്ളിച്ചത് വിത്ത് വണ്ടി, ഉണ്ടുവണ്ടിയിൽ. ഇത് കോട്ടയത്ത് കണ്ടുവരുന്ന മെയിനായിട്ടാണ് നമ്മുടെ പിടി. അപ്പോൾ ആദ്യം പിടി തുടങ്ങുന്ന പരിപാടിയാണ്. പിടിയിൽ പിടി പിടിച്ച് നോക്കാം. കുറച്ച് പിടിയും എടുത്തിട്ട് തേയില തട്ടുക. ഇതെല്ലാം ടേസ്റ്റ് നോക്കാനുള്ളത് കൊണ്ടേ എല്ലാം കൂടി വാരി കഴിക്കാൻ പറ്റില്ല. പിടീൻ്റെ കൂടെ താറാവായിക്കോട്ടെ അല്ലേ? താറാവും പിടി അടിപൊളി മണം. ഞാൻ താറാവിനെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ പിടീനെ കുഴച്ചിട്ട് ഇങ്ങനെ തകർത്തു. അതുപോലെ തന്നെ ചക്കപ്പുഴി കണ്ട് 3 ആയിട്ടുള്ളതുകൊണ്ടേ കൈകൊണ്ട് ഏഞ്ചി എടുക്കേണ്ട അവസ്ഥയാണ്. കുറച്ച് ചക്കപ്പുഴുക്കും നല്ല അയലക്കറി കേട്ടോ, നല്ല മുളകിട്ട അയലക്കറിയും ചക്കപ്പുഴുക്കും. നമ്മുടെ കേരളത്തെ കള്ളുഷാപ്പ് ഓരോ ദിവസവും ഹൈടെക് ആയിക്കൊണ്ടിരിക്കുക. ഓരോരോ വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത് ഓരോരുത്തർ. ഇവിടെ വിത്ത് വൈഫൈ അടക്കമുണ്ട്. എല്ലാം അവരുടെ ബിസിനസ് സ്റ്റാറ്റിക്സാണ്. വേറെ കാര്യം. അപ്പം ഇതെല്ലാം കണ്ടില്ലേ, ഒരു വെറൈറ്റി അല്ലേ? നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. നല്ല ചിക്കൻ പിടിച്ചാലടാ, ചിക്കൻ ചില്ലി. ഒരു ചിക്കൻ ചില്ലിയൊക്കെ എടുത്തിങ്ങനെ അങ്ങനെ തകർപ്പനാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴിച്ചു തീർക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.